കഴിഞ്ഞ 3 ദിവസങ്ങളായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനുമായി ഇടയാക്കിയനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ദൈവതിരുസന്നിധിയിൽ പരിശുദ്ധാത്മ കൃപയും അനവരതം ദൈവോന്മുഖമായ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനിടയാകുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയിൽ ശാശ്വതമായ സമാധാനം, സഭയെ പറ്റിയുള്ള ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിയന്തി പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയുടെ വിവിധ ഭദ്രാസനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശേഷിയാണ്. നമ്മുടെ ഈ ഭദ്രാസനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭദ്രാസനത്തെ നയിക്കുന്ന അഭിയന്തി പിതാവിന് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സഭയെ നയിക്കുന്ന സന്യാസ വിശ്വകന്മാർക്ക് വേണ്ടി, നമ്മുടെ ഓരോ ഇടവകൾക്ക് വേണ്ടി, അവയിലെ ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മോട് സുവിശേഷ അറിയിച്ച അച്ഛന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിത പങ്കാളി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ നല്ല പഠനത്തിന് മികവുള്ളവരായി, ദൈവിക സ്വഭാവമുള്ളവരായി വളർന്നു വരുന്നതിന്, സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നവരായി വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൂരദേശത്തായി പഠനത്തിനായി, തൊഴിൽ സംബന്ധമായോ ഒഴിവുള്ളതായ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തിലിരിക്കുന്ന സകല കുടുംബങ്ങളിലും സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. തൊഴിൽ രഹിതരായിട്ടുള്ള മക്കളെ ദൈവസന്നിധിയിൽ ഓർക്കുക. ഒരു പഠനത്തിനനുസൃതമായ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗികളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. സമാധാനം നഷ്ടപ്പെട്ടു പോയ സകല കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുക. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ദൈവസന്നിധിയിൽ ഓർക്കുക. ഈ സമയത്തും പരീക്ഷിക്കാൻ വരുന്ന സകല മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പിന്റെ അവസരത്തിൽ അനുരഞ്ജനത്തിനായി നമ്മെ തന്നെ ഒരുക്കണം. നാം ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നമ്മൾ ക്ഷമ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ അവർക്ക് ക്ഷമ കൊടുക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മൾ 2 രീതിയിലാണ് തെറ്റുകൾ ചെയ്യുന്നത്. ഒന്ന് കടം, മറ്റൊന്ന് പാപം. കടമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന, പാവം എന്ന് വെച്ചാൽ ചെയ്യരുതാത്ത ചെയ്യുന്ന. ഈ 2 രീതിയിൽ വ്യക്തിപരമായി ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാകുന്നതായ സകല മേഖലകളിൽ ദൈവസന്നിധിയിൽ തുറന്ന് നമുക്ക് സമ്മതിക്കാം. വ്യക്തിപരമായി നാം ഓരോരുത്തർക്കു വേണ്ടി, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച്, കർത്താവെ ഞാൻ യഥാസ്ഥാനപ്പെടാനുണ്ടെങ്കിൽ ആ മേഖലകളെ അവിടുന്ന് തിരുത്തണമേ എന്ന്
ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലത്തിലെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആമോസും ദിവ്യമായ സംസർഗവും നാം എല്ലാവരുടെ പേരും, നമ്മുടെ ഇടവുകളുടെ പേരും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരും, നമ്മുടെ യുവതിവാക്കന്മാരുടെ പേരും, ഏകാന്തതയിൽ കഴിയുന്നവരുടെ പേരും, വാർദ്ധക്യത്തിലാവരുടെ പേരും, വിധവമാരുടെ പേരും, മനോദുഃഖം അനുഭവിക്കുന്നവരുടെ പേരും, വിവിധ തരത്തിലുള്ള കുടുംബജീവിത ഈ ലോക ജീവിതത്തിന്റെ വ്യാപാരങ്ങളിൽ വളരെ സങ്കടപ്പെട്ട് ദൈവസന്നിധിയിൽ യാതനകൾ അടിക്കുന്ന ആ എല്ലാവരുടെയും യാതനകളോടുകൂടെയും രോഗികളുടെ മേൽ, അവരുടെ പരിചരണത്തിന്മേൽ, നമ്മുടെ അധ്വാനങ്ങളുടെ മേൽ, നമ്മുടെ കൃഷിയിന്മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്മേൽ, നല്ല ഭാവിക്ക് വേണ്ടി നമ്മുടെ എല്ലാ നല്ല അധ്വാനങ്ങൾക്കും മേലും ഇപ്പോൾ അതിന്മേൽ ഒരുപാട് നമ്മൾ വാങ്ങിപ്പോയ സത്യവിശ്വാസത്തിന്റെ മേലും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.